എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നെന്തായാലും മഴയൊക്കെ മാറി ചെറിയൊരു വെയിലൊക്കെ വന്നിട്ടുണ്ടല്ലേ? ഈ ചെറിയ വെയിലിന് ഇത്രയും ദിവസത്തെ മഴയുടെ ക്ഷീണം മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതൊരു സംശയം തന്നെയാണ്. ഇന്നലെ പെയ്ത മഴയുടെ ക്ഷീണം മാറ്റാനെന്നോണം കോട്ടയം ജില്ലയ്ക്ക് ഇന്ന് അവധി കിട്ടി വീട്ടിൽ പഠിക്കാനിരിക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുന്നത് ഒരു സന്തോഷം തന്നെയല്ലേ? അതുകൊണ്ട് തന്നെ അമ്മയോട് രാത്രി തന്നെ പറഞ്ഞിരുന്നു എനിക്കെന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി വെച്ചേക്കണേന്ന്. ഒരു ഏത്തയ്ക്ക രാവിലെ എണീറ്റാൽ പഴംപൊരി ഉണ്ടാക്കി തരാമെന്ന് അമ്മ പറഞ്ഞു. അതിരാവിലെയുള്ള തണുപ്പ് കാരണം ഞാൻ രാവിലെ എണീക്കാൻ മറന്നുപോയി കേട്ടോ. പഴംപൊരിയൊക്കെ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ അറിയാമെങ്കിലും അമ്മമാരുണ്ടാക്കി തരുന്നതിൻ്റെ സ്വാദ് അതൊന്ന് വേറെ തന്നെയല്ലേ. അതിപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിച്ചാലും അതോ പുറത്തു പോയി കഴിച്ചാലും അതിൻ്റെ ഒരു സ്വാദ് കിട്ടത്തില്ല. ഇതിപ്പോൾ രാവിലെ എണീക്കാത്തതുകൊണ്ട് എനിക്കതിൻ്റെ മേക്കിംഗ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നാലും ഞാനിതിൻ്റെ റെസിപ്പി പറഞ്ഞു തരാവേ. ഒരേത്തയ്ക്ക നല്ല പഴുത്തത് തന്നെ എടുത്ത കേട്ടോ. ഇനിയൊരു ബൗളിലേക്ക് ആവശ്യത്തിന് മൈദ, ഇത്തിരി പഞ്ചസാര, അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളുപ്പ്, ഒരു ഏലക്ക പൊടിച്ചത്, ഇവയെല്ലാം ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു മാവ് രൂപത്തിലാക്കി എടുക്കുക. പഴംപൊരിയുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി എല്ലാവർക്കും അറിയാമല്ലോ. ആ രൂപത്തിലാക്കി എടുത്തിട്ട് അതിലേക്ക് പഴങ്ങൾ ചേർക്കുക. സാധാരണ പഴംപൊരി നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഒരു മുട്ടയും കൂടെ അടിച്ച് ചേർക്കാറുണ്ട്. ഇന്നിപ്പോൾ മുട്ടയൊന്നും അടിച്ച് ചേർത്തിട്ടില്ല നമ്മളിതിൽ, എങ്കിലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. മൈദ മാത്രമേ നമ്മൾ സാധാരണ ഇത്തിരി അരിപ്പൊടിയൊക്കെ കൂടെ ചേർക്കുന്നവരുണ്ടാവും. നമ്മളിപ്പോൾ മൈദ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഒരു പാനിലേക്ക് പഴംപൊരി പൊരിക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ തിളയ്ക്കുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ മുക്കി വെച്ച ഓരോ പഴങ്ങളായിട്ട് മാവിൽ മുക്കി വെച്ച ഓരോ പഴങ്ങളായിട്ട് എണ്ണയിലേക്ക് ഇട്ട് ചൂടോട് വറുത്ത് കോരുക. എത്ര പെട്ടെന്നല്ലേ നമ്മൾ പഴംപൊരിയുടെ റെസിപ്പി പറഞ്ഞു കഴിഞ്ഞത്. ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കാനും. നമ്മൾ മടിച്ചിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പുറത്ത് പോയി മേടിക്കുന്നത്. ഇതൊന്ന് പുറത്ത് പോയി മേടിച്ചാലോ ഒരെണ്ണത്തിന് കുറഞ്ഞത് 10 രൂപയെങ്കിലും കൊടുക്കണ്ടേ? ഇപ്പോഴെങ്കിൽ ഏത്തപ്പഴത്തിനൊക്കെ വില കുറഞ്ഞിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ല സ്വാദിഷ്ടമായ പഴംപൊരി കഴിച്ചാലോ. അപ്പോൾ വീട്ടിൽ പഴമിരിക്കുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.